ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്നത്തെ റെസിപ്പി സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പനീർ ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഞാനിവിടെ ജീരകശാല റൈസിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനൊരു പാന് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച ശേഷം ഒന്ന് തിളച്ച് വന്ന സമയത്ത് നമുക്ക് ഗ്രാമ്പൂ, ഏലക്ക, പട്ട, ബേ ലീഫ്, പിന്നെ ഒരു 4-5 കുരുമുളകും ഒരു സ്പൂണ് നെയ്യും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് കഴുകി വച്ചിരിക്കുന്ന അരിയും കൂടെ ഇട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഉപ്പ് കൂടെ ഇട്ടാണ് ഞാൻ ഈ അരിയെ വേവിച്ചെടുക്കുന്നത് കേട്ടോ. പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാനിതിലേക്ക് അരമുറി നാരങ്ങ നീര് കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അരി പെട്ടെന്ന് വെന്തുടഞ്ഞ് പോകത്തില്ല. അപ്പോൾ ഇതാ അരി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പനീറിൻ്റെ മസാല ഉണ്ടാക്കാം. അതിലേക്ക് ഞാനൊരു പാക്കറ്റ് പനീർ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റുക. അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, ലേശം തൈര് എന്നിവയൊക്കെ കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കാമേ. നന്നായിട്ട് കുഴച്ച് നമുക്ക് 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വയ്ക്കുക. അതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ചിട്ട് നമുക്ക് ഇത് കുറേശ്ശെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ പനീറിനെ ഒന്ന് മറിച്ചും തിരിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട, ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. അതിനുശേഷം മറ്റൊരു പാൻ അടുപ്പിലേക്ക് വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ചൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും 2 പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് നന്നായി വഴന്നു വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അതിലേക്കായി മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി എന്നിവ കൂടെ ഇട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ തൈരൂടെ ആഡ് ചെയ്ത് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കത് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാം. അപ്പം ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരും. ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറിലെ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് ഗ്രീൻ പീസ് കൂടെ ആഡ് ചെയ്യുന്നത്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഗ്രീൻ പീസ് കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് എണ്ണ തെളിഞ്ഞ് വരും. അപ്പോൾ നമ്മുടെ പനീർ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിൽ തന്നെ നമുക്ക് ചോറുകൂടെ ഇട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്തെടുക്കാം. ആ മസാലയുടെ പുറത്ത് ഒരു സ്പൂൺ നെയ്യിങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മല്ലിയില വിതറി കൊടുക്കുന്നു. അതിനുശേഷം ചോറിട്ട് ഇതുപോലെ നിരത്തിയെടുക്കുന്നു. ഈ ലെയറിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പും സവാളയും ഒക്കെ ഞാൻ വറുത്ത് വെച്ചിരുന്നു. അതുകൂടെ ഇട്ട്
കുറച്ച് മല്ലിയിലയും കൂടെ തൂകി പിന്നെ പാലും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഒഴിച്ച മിക്സ് ചെയ്ത മിശ്രിതം കൂടെ ഇതിലൊഴിച്ച് ഞാൻ ഈ ചോറിനെ ലെയറാക്കി എടുക്കുകയാണ്. ഞാനിത് ലെയറാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. കുറച്ച് സമയത്തിന് ശേഷം ഞാനത് ഓപ്പൺ ചെയ്യണേ. ഇത് തുറക്കുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ലാണ്. നമ്മുടെ പനീർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ചൂടായതുകൊണ്ടാണ് നമുക്കങ്ങനെ കുഴഞ്ഞതുപോലെ തോന്നുന്നത്. പക്ഷേ തണുക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.